ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് കുറുമ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇവ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞ വലിയുള്ളിയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ള പോലെ മൂത്ത് പോകും. ഉപ്പിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ചതായാലും കുഴപ്പമില്ല, പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ വലിയ ജീരകം കൂടി കൂട്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തപ്പോൾ അതിന്റെ കൂടെ തന്നെയാണ് വലിയ ജീരകം കൂടി ചതച്ചെടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇതിലോട്ട് പച്ചമുളക് കീറിയത് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് നമ്മൾ ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നമ്മൾ വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മതിയാവും. ചെറിയ തക്കാളി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ചെറുതിട്ടാൽ മതി, അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പുളി മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുരുമുളകും ചേർത്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറക്കും ചെയ്യാം. അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച 2 ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമല് വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു 1/2 കിലോന്റെ കുറച്ച് മേലെ നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കുറുമ തയ്യാറാക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ബീഫ് നന്നായി കഴുകി വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങയുടെ 2ാം പാല്, അതിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. തേങ്ങയുടെ 2ാം പാല് ഇതിലോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ഉപ്പ് ഒന്നിട്ട് കൊടുക്കണം. ഉപ്പിന്റെ കുറവുണ്ടെന്ന് നോക്കണം. ആദ്യം ഉപ്പിട്ടവരാണെങ്കിൽ ഉപ്പിന്റെ കുറവുണ്ടെന്ന് നോക്കണം. ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഉള്ളിയിൽ അല്പം ഉപ്പ് ചേർത്തിരുന്ന്, പക്ഷെ ബാക്കിലേക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ബീഫ് ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാല് 2ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇനി നല്ല വിസിലില് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വിസിലടിപ്പിക്കും. പിന്നെ ഒരു സ്ലോയില് ഒരു വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നല്ല കറക്റ്റായിട്ട് വെന്ത് പാകമാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് വേറെ ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തരാം. വെളിച്ചെണ്ണ, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് ഇവ നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വാടി വരട്ടെ. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ഒന്ന് എണ്ണയിലൊന്ന് വഴന്ന് വരണം. അപ്പൊ നല്ലൊരു സ്മെല്ലായിരിക്കും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഇതിലോട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിച്ചപ്പാട്ട, മല്ലിയല്ല, പച്ചമുളക്, കറിവേപ്പില ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് നമ്മൾ ഗരം മസാലയും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
ഇതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ബീഫാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കണേ. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വല്ലാതെ അങ്ങനെ തിളപ്പിച്ചെടുക്കണമെന്നില്ല. ഇനി നിങ്ങൾ വെള്ളം കൂട്ടിയിട്ടൊക്കെയാണ് 1ാം പാൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുള്ളിച്ചെടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ബദം അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് അരച്ച് ചേർത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് എന്തായാലും നിർബന്ധമാണ്, ബദം ഓപ്ഷനിലാണ്. അതും കൂടി ടേസ്റ്റ് നമ്മളിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ബദം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, അപ്പോഴേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാം. നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കിയതിൻ്റെ ശേഷം നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.